ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മുണ്ടക്കയും YWCAയും കാഞ്ഞിരപ്പള്ളി ലീഗൽ സർവീസ് സെല്ലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മുണ്ടക്കയത്ത് നടന്ന ചടങ്ങിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയും നിയമവശങ്ങളെയും കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ആദരിക്കലും നടന്നു. സ്ത്രീകളും നിയമവശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് ആഷ്ലിൻ അലക്സ് ക്ലാസ് എടുത്തു. ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും വിശദമായ ക്ലാസ് നടന്നു. എങ്കിൽ കൂടിയും സ്ത്രീധനത്തിന് പേരിലുള്ള ഓരോ ഘടകങ്ങളും ഓരോ സ്ത്രീയും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ചെറുതല്ല നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ നൽകിയ പണം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട സഹായം നമ്മുടെ ഭർത്തൃ വീട്ടിൽ നിന്നോ അല്ല നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നോ കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ആക്ട് പ്രകാരം ഒരു കേസ് നൽകാവുന്നതാണ്. അപ്പൊ ഈ കേസ് പ്രകാരം നമുക്ക് ആവശ്യത്തിന് വേണ്ട, അതായത് ആഹാരം, വസ്ത്രം അല്ലെങ്കിൽ ദിനചര്യ ആവശ്യങ്ങൾക്ക് വേണ്ട പണം നൽകാനുള്ള ഉത്തരവ് കോടതിക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. അടുത്തത് നഷ്ടപരിഹാര ഉത്തരവ്. ഈ ആക്രമണങ്ങളും ഭീഷണികളും അല്ലെങ്കിൽ പീഡനങ്ങളും മൂലം നമുക്ക് ഉണ്ടായ നഷ്ടം, അതായത് നമുക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ നഷ്ടങ്ങൾക്ക് നികത്താൻ ഉള്ള ഒരു കോമ്പൻസേഷൻ ഓർഡർ ആണ് അടുത്തത് കോടതി ഉത്തരവ് നൽകുന്നത്. പിന്നെ അവസാനമായി പറയുകയാണെങ്കിൽ കസ്റ്റഡി ഉത്തരവ്. ഈ ഓരോ ഉലച്ചിലുകളിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ നമുക്ക് കുട്ടികളുടെ സംരക്ഷണം നമ്മുടെ കൂടെ വേണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി, അതായത് നമ്മളുടെ മുണ്ടക്കയത്ത് കഴിഞ്ഞ 48 വർഷമായി പ്രവർത്തിക്കുന്ന AGM കോളേജിന്റെ സ്ഥാപകയും പ്രിൻസിപ്പളുമായ ഡോക്ടർ ഗിരിജ പ്രസാദിനെ വിദ്യാഭ്യാസ മേഖലയിലെ സേവനങ്ങൾക്ക് ആദരിച്ചു. മുൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ലുലു ജേക്കബിനെ ചടങ്ങിൽ ആദരിച്ചു. മറിയാമ്മ ചെറിയാൻ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. പരിപാടികൾക്ക് ഷൈനി ബിനു നന്ദി രേഖപ്പെടുത്തി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.